ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുന്നു. ഇന്നലെ മാത്രം 82,000-ലധികം ഭക്തരാണ് മല ചവിട്ടിയത്. മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ശബരിമല നട തുറന്നതിന് ശേഷം ഇതുവരെ 8 ലക്ഷത്തോളം അയ്യപ്പ ഭക്തരാണ് സന്നിധാനത്ത് എത്തിയത്. സുജുറ്റി ബാബു ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സുജു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സുജു, എന്തായാലും ഓരോ ദിവസം ചെല്ലുന്തോറും അയ്യപ്പ ഭക്തരുടെ എണ്ണത്തിലും വർധനവ് അതുപോലെ തന്നെ ഉണ്ടാകുന്നു. ഇനിയിപ്പോൾ 14-ാം തീയതിയാണ് മകരവിളക്ക്. അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. പോലീസും ഒപ്പം തന്നെ മറ്റ് സായുധ സേനകളും ഒക്കെ അല്ലേ? തീർച്ചയായിട്ടും മകരവിളക്കിന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് സന്നിധാനം. ഇന്ന് രാവിലെയും സന്നിധാനത്ത് നല്ല തീർത്ഥാടകരുടെ തിരക്ക് തന്നെയുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. തീർത്ഥാടകർ വലിയ ഒരു നിര തന്നെ ഇപ്പോൾ നട അടച്ചിരിക്കുന്ന സമയമാണ് ഉച്ചപൂജയുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ടാണ് തീർത്ഥാടകർക്ക് ഈ സമയം ദർശനം അനുവദിക്കുകയില്ല. അതിൻ്റെ ഒരു ക്യൂ കൂടിയാണ് രാവിലെ കാണുന്നത്. ഭദ്ര സൂചിപ്പിച്ച പോലെ തന്നെ മകരവിളക്കിനായി ശബരിമല സന്നിധാനം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ജനുവരി 14-ലാണ് മകരവിളക്ക് നടക്കുക. അതിനു മുമ്പ് നമുക്കറിയാം ചരിത്രപ്രസിദ്ധമായ ചന്ദനക്കുട മഹോത്സവവും അതുപോലെ എരുമേലി പേട്ടത്തുള്ളൊക്കെ നടക്കും. ഇന്നാണ് എരുമേലിയിൽ ചന്ദനക്കുട മഹോത്സവം നടക്കുക. ഇന്ന് വൈകിട്ട് മന്ത്രി വി എൻ വാസവന്റെ നേതൃത്വത്തിൽ അവിടെ യോഗമൊക്കെ ചേരുന്നുണ്ട്. ഏതായാലും നാളെ എരുമേലി പേട്ടത്തുള്ളലാണ്. നമുക്കറിയാം മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും ഉത്തമ മാതൃക കൂടിയാണ് എരുമേലി പേട്ടതുള്ളൽ എന്നത് വളരെ പ്രസക്തമാണ്. എരുമേലി ചന്ദനക്കുടം ശനിയാഴ്ച ഇന്നാണ് നടക്കുക. അതിന് ചന്ദനക്കുട മഹോത്സവം തുടക്കം കുറിച്ചുകൊണ്ട് പകൽ 3-ന് അമ്പലപ്പുഴ സംഘം എരുമേലി മഹൽ ജമാഅത്ത് ചേർന്നുകൊള്ള സൗഹൃദ സംഗമവും പള്ളിയോടിലേക്ക് നടക്കും. അതിനുശേഷം വൈകിട്ട് 6-ന് പള്ളിവളപ്പിൽ ചേരുന്ന സമ്മേളനം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും. ചന്ദനക്കുട ഘോഷയാത്ര മന്ത്രി വി അബ്ദുറഹ്മാൻ ഫ്ളാഗ് ഓഫ് ചെയ്യുകയും ചെയ്യും. എരുമേലി പട്ടണം ചുറ്റി വരുന്ന ഘോഷയാത്ര ഞായറാഴ്ച പുലർച്ചെ 2:30-യോടെയാണ് പള്ളിവളപ്പിലെത്തുന്നത്. 12-ാം തീയതിയാണ് 11-ാം തീയതി നാളെയാണ് എരുമേലി പേട്ടതുള്ളൽ നടക്കുക. 12-ാം തീയതി തിരുവാഭരണ ഘോഷയാത്ര വഹിച്ചുകൊണ്ടുള്ള യാത്ര പന്തളം വലിയോയിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുകയും ചെയ്യും. അങ്ങനെ ശബരിമല സന്നിധാനവും ശബരിമലയൊക്കെ തന്നെ കൃത്യമായി തന്നെ അതിനുവേണ്ട മുന്നൊരുക്കങ്ങളായി കഴിഞ്ഞിരിക്കുകയാണ്. ദേവസ്വം ബോർഡും സർക്കാരും ഇതിനായുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. 15 വ്യൂ പോയിന്റുകളാണ് ശബരിമലയിൽ മകരവിളക്ക് ദർശിക്കാൻ വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഇവിടങ്ങളിൽ മാത്രമായിരിക്കും അനുവദിക്കുക. 13 മുതൽ തീർത്ഥാടകരെ കയറ്റിവിടുന്നതിന് നിയന്ത്രണവും ഉണ്ടാകും. എന്തായാലും 12-ാം തീയതി വരെ നിയന്ത്രണങ്ങളൊന്നും തന്നെയില്ല. 13 മുതൽ 30,000 തീർത്ഥാടകർ വീതം മാത്രമായിരിക്കും ശബരിമല സന്നിധാനത്തേക്ക് കയറ്റിവിടുക. ഏതും സുഗമമായൊരു ദർശനം തന്നെയാണ് തീർത്ഥാടകർക്ക് വലിയ തിരക്കുണ്ടാകുമ്പോഴും ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. അത് അത്തരത്തിൽ അതായത് സുഖദർശനം ലഭിക്കാൻ തീർത്ഥാടകർക്ക് സൗകര്യം ഒരുക്കുന്നു എന്ന് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. തീർത്ഥാടകർക്ക് തിരക്ക് വർദ്ധിപ്പിക്കണം. നല്ല ദർശന അനുഭവമാണ് ശബരിമലയിൽ ലഭിക്കുന്നത്.